തിരുവനന്തപുരത്ത് നിന്നും രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിലേക്കൊരു യാത്ര. അതേ സുഹൃത്തുക്കളെ, ഡൽഹിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് വളരെ തിരക്കേറിയ രജൗരി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു കുഞ്ഞു മുറിയാണ് താമസിക്കാൻ തരപ്പെട്ടത്. നല്ല കൊടും തണുപ്പ് സമയമാണ് കേട്ടോ. പുലർച്ചെ എഴുന്നേറ്റ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നുള്ള ഈ സിറ്റിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പുലർച്ചെ നഗരത്തിൽ തിരക്കാവുന്നതിന് മുൻപ് ഞാനൊന്ന് നടക്കാനിറങ്ങി. കൊടും തണുപ്പായതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും അധികം പുറത്തിറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നില്ല. ഈ സ്ട്രീറ്റിൻ്റെ നടുക്കായിട്ട് നല്ലൊരു പാർക്കുണ്ടായിരുന്നു. ഈ പാർക്കിൽ ഒരുപാട് ആൾക്കാർ നടക്കാനും ഓടാനും എക്സർസൈസ് ചെയ്യാനും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ തണുപ്പ് സമയത്ത് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ മനുഷ്യർ മാത്രമല്ല, പട്ടികൾക്ക് വരെ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെ തന്നെ തുറന്നു വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു കടയിൽ ഞാനൊരു ചായ കുടിക്കാൻ കയറി. അവിടെയും നാണ്ട് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവർ തീയൊക്കെ കായുന്നുണ്ടായിരുന്നു. അന്നേരം ഈ സ്ട്രീറ്റിൽ കണ്ട വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച അത് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി. ഈ സ്ട്രീറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബാർബർ ഷോപ്പുകളുണ്ട്. അതായത് ഒരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പാണ് കേട്ടോ. ചിലപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിലായിരിക്കും, റോഡ് സൈഡിലായിരിക്കും. ഈ കസേര കണ്ടല്ലേ, നമ്മുടെ ബാർബർ ബാലൻ്റെ കഥ പറയുമ്പോൾ സിനിമയിലെ ബാർബർ ബാലൻ്റെ കസേര പോലത്തെ കസേര. നമ്മൾ പളനിയിൽ പോയാൽ ഇതുപോലത്തുള്ള കാഴ്ചകൾ കാണാം. ഓരോ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് മുടി വെട്ടുന്നത് കാണാം. അതുപോലെ ഡൽഹിയുടെ തെരുവുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്കിങ്ങനെ ഈ ചെറിയ മുടിവെട്ട് സെറ്റപ്പുകൾ കാണാം. എന്തോ 10 രൂപ എന്തേ ഉള്ളൂ. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ മുടിവെട്ടാൻ വരുന്നത്. ഇത് ഒരിടത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന റോഡിൻ്റെ പല സൈഡുകളിലും നമുക്കിത് കാണാൻ സാധിക്കും.